നമ്മളതാണ്. നമ്മളതാ. ഉള്ളിൽ അർജുനുണ്ട്. അർജുനുണ്ട്. അതാ കാണുന്നതാ. ഉണ്ട് അർജുനുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ. മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നു, ലോറിക്കുള്ളിൽ മൃതദേഹമുണ്ട്, അർജുനുണ്ട്. ആ ലോറിക്കകത്ത്, അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ലോറിക്കകത്ത് അർജുനുണ്ട്, അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പറഞ്ഞു നേരിട്ട് കണ്ടോ? വണ്ടി കണ്ടു. അല്ല, അതിനുള്ളിൽ ആളുണ്ട്. വണ്ടിയുണ്ട്. വണ്ടിയിൽ അർജുനുണ്ട്. വണ്ടി നമ്മളതാണ്. കണ്ടെത്തി. ശ്രീനാഥിലേക്ക് ഒഴുകും. ശ്രീനാഥ്, അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്ന ആ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട്. അത് അർജുനാണെന്ന് മനാഫ് പറയുന്നു. വിവരങ്ങൾ അവിടെ നിന്നും ഇത് കണ്ടപ്പോൾ അർജുൻ ഓടിച്ച ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു. അർജുന്റെ ലോറിയാണ്. അതിൻ്റെ ഉള്ളിൽ അർജുനും ഉണ്ട്. നമ്മളിത് എത്രയോ കാലമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ആ വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുന്. എത്രയോ പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞാണ്, ആർക്കും വിശ്വാസം വന്നില്ലേനും. ഇനി നോക്കിക്കോളി, അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട്, നമ്മളെ ലോറിയാണത്. അർജുൻ ഉൾപ്പെടെ ശ്രീനാഥ്, മലയാളികൾ കഴിഞ്ഞ കുറേ നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ? ഇപ്പോൾ ദുഃഖകരമായ വാർത്ത ഇപ്പോൾ വരുന്നു. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ആ ലോറിക്കകത്ത് ഒരു മൃതദേഹമുണ്ട്. അത് അർജുനാണെന്ന് ലോറി ഉടമ മനാഫ് പറയുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ്? ആ ലോറി ഏതായാലും പുറത്തേക്ക് പൂർണ്ണമായി തന്നെ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഇപ്പോൾ ക്യാബിൻ്റെ ഭാഗം പുറത്തേക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ലോറിക്കുള്ളിൽ മൃതദേഹം ഉണ്ട് എന്നതാണ് നേരത്തെ ക്യാമറ പരിശോധന നടത്തി ആ ദൃശ്യങ്ങൾ കണ്ട വ്യക്തി നമ്മളോട് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അത് നിർണായകമായൊരു കാര്യമാണ്. ലോറിയും ഒപ്പം അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ലോറിയേക്കാൾ ഏറെ അർജുന് എന്തു പറ്റി എന്നതായിരുന്നു അറിയേണ്ടിയിരുന്നത്. ആ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലോറിക്കുള്ളിൽ തന്നെ, ക്യാബിനുള്ളിൽ തന്നെ അർജുനുണ്ട് എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകുന്നത്. ഏതായാലും വലിയ വൈകാരികമായ നിമിഷങ്ങളാണ് മനാഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അർജുൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഗംഗാവലിപ്പുഴയുടെ തീരത്ത് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു സംഘം ഇപ്പോൾ ബോട്ടിൽ ഈ ക്യാബിനകത്ത് അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ക്യാബിൻ ആ തരത്തിൽ അവിടെ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. കാരണം ക്രെയിൻ ഇപ്പോൾ മുകളിലേക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ മുന്നോട്ട് അത് ഉയർത്തുന്ന നടപടി കാണുന്നില്ല. അവിടെ ഇപ്പോൾ ക്രെയിൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ളിലെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള നടപടികളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അല്ലാതെ പൂർണ്ണമായി ലോറി പുറത്തേക്ക് എടുക്കുന്നതിന് ഏതൊക്കെ തരത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവർക്ക് ആ മേഖലയിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ഏതായാലും ഉണ്ടാകും. ഇപ്പോൾ ഒരു സംഘം ചെറിയ ബോട്ടിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. അവർ ഒരുപക്ഷെ ക്യാബിൻ തുറന്ന് അതിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമവും ഏതായാലും നടത്തും. ആ കാഴ്ചകളാണ്, ആ രംഗങ്ങളാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ശിരൂരിൽ നിന്ന്, ഗംഗാവലിപ്പുഴയിൽ നിന്ന് ഏറ്റവും നിർണായകമായ, ഏറ്റവും കാത്തിരുന്ന, 2 മാസത്തിലേറെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ വലിയ ദുരൂഹതയ്ക്കുള്ള ഒരു ഉത്തരമാണ് ആ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അർജുൻ്റെ ലോറി തന്നെ പുറത്തേക്ക് പൊന്തി വന്നിരിക്കുന്നു. അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയോടെ നൽകിയ സൂചനകളൊക്കെ തന്നെ ശരിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഏതായാലും ഇപ്പോൾ ഗംഗാവലിപ്പുഴ വേണ്ടി കഴിയുന്നത്. വൈകാരികമായൊരു നിമിഷം ഏതായാലും ഗംഗാവലിപ്പുഴ തീരത്ത് ഉണ്ട്. അർജുൻ്റെ കുടുംബമുണ്ട്, മനാഫുണ്ട്.